Hi all, this is Cocktail 2 ഡയറക്ടർ ഹോമി അദ്ജാനിയ, അങ്ങനെയാണ് തോന്നുന്ന പേര്. ഇദ്ദേഹം തന്നെയായിരുന്നു കോക്ടെയിലിന്റെ ഡയറക്ടറും. ബട്ട് കോക്ടെയിൽ വാസ് റിട്ടൺ ബൈ ഇംതിയാസ് അലി. ഇത് വേറെ ആരൊക്കെയാണ്. അപ്പോൾ ഇതൊരു സ്പിരിച്വൽ സീക്വലാണ്. അതായത് ആദ്യത്തെ സിനിമയുടെ ഒരു ബന്ധമില്ല, സെയിം പാറ്റേൺ ഓഫ് അങ്ങനത്തെ ഒരു സിനിമയാണെന്ന് മാത്രം. ഇതിന്റെ ജോൺറെ പറയുന്നത് റൊമാൻറ്റിക് കോമഡി ഡ്രാമ എന്നാണ്. റൊമാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുത്തിക്കഴപ്പ്, അതാണ് ഈ പടത്തിൽ ഫുള്ളായിട്ടുള്ളത്. പിന്നെ കോമഡി, എന്ത് കോമഡിയാണോ ഉദ്ദേശിച്ചത് മനസ്സിലായിട്ടില്ല. പിന്നെ ഡ്രാമ, അത് ഇഷ്ടം പോലെയുണ്ട്. ഡ്രാമ അങ്ങോട്ടും ഇങ്ങോട്ടും, നാടകം, അങ്ങനത്തെ സ്റ്റേജിങ്, ഡയലോഗ്സ്, പിന്നെ ക്യാരക്ടേഴ്സിന്റെ മൊത്തം പരിപാടി അങ്ങനെയാണ്. അപ്പോൾ ഈ സിനിമ അറിയാലോ, ബോളിവുഡാണ്. ഷാഹിദ് കപൂർ, കൃതി സനൻ, പിന്നെ നമ്മുടെ രശ്മിക മന്ദാന, ഇവര് മൂന്നാൾക്കാർ തന്നെയുള്ളൂ ത്രൂ ഔട്ട്. പിന്നെ അവർ ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടും കുറച്ച് പേര് അവിടെ ഇവിടെ ഉണ്ടെന്നല്ലാതെ വേറെ പ്രോമിനന്റ് ആയിട്ടുള്ള ആക്ടേഴ്സ് ആരും തന്നെ ഇല്ല. അപ്പൊ ഇതൊരു ത്രികോണ മധ്യേ, ഇതൊരു ത്രികോണ മസാലയാണ്. ട്രെയിലറിൽ ത്രീസം എന്നൊക്കെ പറയുന്നുണ്ട്. അത് വിചാരിച്ചിട്ട് ആരും പടം കാണാൻ പോകുന്നു വേണ്ട. കാരണം സർട്ടിഫിക്കേഷനിലുണ്ട്, ഓടൊന്നും വേണ്ട, അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഇതിൽ ഇന്റിമേറ്റ് സീൻസും അങ്ങനെയൊന്നുമില്ല. പിന്നെ ഇഷ്ടം പോലെ ഈ കൃതി സാനോൻ ജെട്ടിപ്പുറത്ത് ഫുൾ ടൈം നടക്കുന്നുണ്ട്. അവര് പിന്നെ എപ്പോഴും ഫുൾ ടൈം എല്ലാ സമയത്തും അത് തന്നെ വേഷം. അത് ഈ കൃതി സാനൻ സംടൈംസ് ഒരു ജാക്കറ്റോ ഓവർകോട്ടോ എന്തോ ധരിക്കുന്നത് മാത്രം, അല്ലാതെ ഫുള്ള് ജെട്ടിപ്പുറത്താണ്. രാശ്മിക വലിയ ഷോ ഒന്നുമില്ല, ഷീസ് ഫൈൻ. അപ്പൊ അതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇതിപ്പോ ഒരു ത്രികോണ മധ്യ പറയുമ്പോൾ ഒരു ത്രികോണാണല്ലോ. ഇതിന്റെ ട്രെയിലർ കണ്ടാൽ തന്നെ എനിക്ക് അറിയാം. ഒരാണും രണ്ട് പെണ്ണും. അതില് രശ്മികയും ഇദ്ദേഹം ഷാഹിദ് കപൂറിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാല്, ഇതിനകത്ത് ഒരുമാതിരി ഷോക്കടിച്ച ഷാഹിദ്, ഒരു ഒന്നുമില്ല, ഒരു നിർവികാരൻ, നിർഗുണൻ, ഒരു നിർലോഭനായിട്ടുള്ള എന്തോ ഒരു ചങ്ങായി. അപ്പോഴും ഇങ്ങനെ കുറെ വെള്ളമടിക്കും. പിന്നെ ഇങ്ങനെ രണ്ടുപേരെ മാറി മാറി ഇങ്ങനെ മറ്റേ പൊട്ടൻ ഇങ്ങനെ നോക്കുമ്പോൾ നോക്കിക്കൊണ്ടിരിക്കും. വെറും പൊട്ടൻ കുണപ്പേ. എന്നിട്ട് അത് അങ്ങനെ തന്നെ പുള്ളി ചെയ്ത് വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞ ദേഷ്യം പിടിക്കും ഇവനെ കാണുമ്പോഴും, സ്ക്രീനിൽ കാണുമ്പോഴും. എന്തോ ഒരു എടുത്തൻ, ഇവനെന്തോ കാണിക്കുന്നേ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇതിന്റെ കഥ പറഞ്ഞു കഴിഞ്ഞാൽ ജാംബവാന്റെ കാലത്ത് ഉണ്ടായിട്ടുള്ള കഥയാണ് ഈ ത്രികോണ പരിപാടി. ഇങ്ങനത്തെ 10,000 സിനിമകൾ ബോളിവുഡിൽ തന്നെയും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോ രാശ്മികയും കൃതിയും ഫ്രണ്ട്സാണ്, ഓൾഡ് ഫ്രണ്ട്സാണ്. അപ്പൊ രാശ്മികയ്ക്ക് ഇവൻ പ്ലേ ബോയ് ആണെന്ന് സംശയമാണ്, ആര്, ഷാഹിദ് കപൂർ. അപ്പൊ അത് പിന്നെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, സിനിക് അവൾ ഡൗട്ട്ഫുൾ ആയതുകൊണ്ട് പിന്നെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൃതി സാനോന്റെ അടുത്ത് സെഡ്യൂസ് ചെയ്യാൻ പറയുന്നു, ഫ്ലേർട്ട് ചെയ്യാൻ പറയുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ അറിയാലോ, ഇവൻ കൃതി സാനെ പണിയാൻ പോയി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തോ, ഹീസ് നോട്ട് സിൻസിയർ. അപ്പൊ അതാണ് ഇതിന്റെ ബേസിക് പ്ലോട്ട്. പക്ഷെ ലാസ്റ്റിലെല്ലാം കൂടെ ഊമ്പി കിട്ടി. കൃതി സനൻ ലിറ്ററലി റിയലി ഫെൽ വിത്ത് ഹിം. അപ്പൊ അതാണ് ഇതിന്റെ ബേസിക് പ്ലോട്ട്. ഇത് എത്ര കാലമായിട്ട് ഇതിന്റെ സിനിമ ആരംഭിക്കുമ്പോൾ തന്നെ അറിയാം, ഇത് അവസാനം രാശ്മികയ്ക്ക് ഊമ്പി കിട്ടാൻ പോണ പരിപാടിയാണ്, അവളെ എടുത്തു വെക്കണമെന്ന്. പിന്നെ ഇവര് പണക്കാരാ. അപ്പൊ കാശുള്ളവർക്ക്, ഇപ്പം വലിയ പൈസ ഇല്ലാത്ത ആൾക്കാർ എവിടെയൊക്കെ പോണേ, വർക്കല പോവും, മുഴപ്പിലങ്ങാട് പോവും, അല്ലെങ്കിൽ പിന്നെ ചെറായി ബീച്ചിൽ പോവും, പുറക്കാട് കടപ്പുറം പോവും. ഇത് ബീച്ചായോണ്ടാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഈ പണക്കാരുടെ പരിപാടി എന്താ, സിസ്ലി എന്ന് പറയുന്നത് മെഡിറ്ററേനിയൻ പിന്നെ സീയിൽ ഏറ്റവും വലിയൊരു ഐലൻഡാണ്. ഇറ്റലിയുടെ പ്രവിശ്യയാണ്, ഇറ്റലിയാണ് അവിടെ. പിന്നെ ഇറ്റലിയുടെ റെയിനാണ്, റൂൾ ചെയ്യുന്ന ഇറ്റലിയാണ്, റീജിയൻ ഓഫ് ഇറ്റലി. മെഡിറ്ററേനിയൻ, ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ കറക്റ്റ് സംസ്ലിപ്പ്, മെഡിറ്ററേനിയൻ പിന്നെ അവിടെയുള്ള ഏറ്റവും വലിയ ഐലൻഡാണ്. ബ്യൂട്ടിഫുൾ, അതായത് ബ്രെത്ത് ടേക്കിംഗ് വിഷ്വൽസാണ്. അതിൽ സമ്മതിക്കണം, ഇതിൻ്റെ വിഷ്വൽസ്, DOP, അതുപോലെ തന്നെ ഇതിൻ്റെ കളറിങ്, ഗ്രേഡിങ്, ഒരു ഫോട്ടോഗ്രാഫിക് സാധനം. എവിടെ സ്ക്രീൻഷോട്ട് അടിച്ചു കഴിഞ്ഞാലും കിട്ടില്ല. അത് ആ ഒരു ജോഗ്രഫിയുടെ
ഒരു ടെറൈൻ്റെ അതിൻ്റെ ഒരു ബ്യൂട്ടിയാണ്. അതുകൊണ്ട് പിന്നെ ഇവർ എടുത്ത വർക്കും അതിലൊക്കെ നല്ല കിടുവാണ്. ടെക്നിക്കലി അങ്ങനത്തെ പരിപാടിയൊക്കെ പിടിച്ചിരിക്കുന്ന സോങ്സ് ഇപ്പോൾ ഇതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, മുട്ടിന് പാട്ടാണ്. പ്രത്യേകിച്ച് ഇമ്പ്രസീവ് ആയിട്ടുള്ള സോങ്സ് ആയിട്ടും തോന്നിയിട്ടൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ ഇടയ്ക്കിടെ ഈ പാട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പാട്ട് തുടങ്ങുന്നു, മറ്റേ കൃതി സാധനം ചെട്ടിപ്പുറത്ത് വരുന്നു, ഫുൾ ടൈം ഇത് തന്നെ. പിന്നെ പണക്കാരായതുകൊണ്ട് അങ്ങനത്തെ വാഹനങ്ങളും കാര്യങ്ങളാണ്. പിന്നെ ഞാൻ പറഞ്ഞു, ഈ സിസ്ലിയിലെ ഈ കോസ്റ്റൽ ഏരിയ, അതുപോലത്തെ അവിടുത്തെ റൂറൽ ഏരിയ, അവിടുത്തെ എന്ത് രസമാണെന്ന് അറിയാം. അവിടുത്തെ ഗ്രേപ്സ് അതങ്ങനെ കണ്ടിരിക്കുക. ഫസ്റ്റ് ഹാഫ് ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ അത് സിസ്ലി പോയ പോലെ, മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ അത് നല്ല രസമായിരുന്നു. ഇവർ മീറ്റ് ചെയ്യുന്നതും ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ലാതെ നല്ല രസത്തിലൊക്കെ ഇങ്ങനെ ഒരു പരിപാടിയിൽ പോയതാണ്. സെക്കൻഡ് ഹാഫ് തുടങ്ങിയതിന് ശേഷം ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നു. പിന്നെ വീണ്ടും കൃതിയുടെ കൊണ. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഈ രശ്മിക അസൈൻ ചെയ്യുന്നു ഒരു പരിപാടി ഇവൻ്റെ കാര്യം അറിയാൻ വേണ്ടിയിട്ട്. അത് അറിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഫുൾ ടൈം അതിന് ശേഷം ഇവൻ്റെ കൂടെ തന്നെ ഇവൻ അതായത് ഷാഹിദ് കപൂറും കൃതി സാനാണ് ഫുൾ ടൈം. അപ്പം രശ്മിക എന്താ ഇവർക്ക് പിന്നെ വിട്ടുകൊടുത്തതാ? അങ്ങനത്തെ ഒരു മസാല സാധനം. എന്നിട്ട് പിന്നെ ഇവരെ വീട്ടിൽ കയറി താമസിക്കുന്നു വരാതി കൃതി. എന്നിട്ട് അവിടെ നിന്ന് ഇവളുമായിട്ട് ബാർഗെയിൻ ചെയ്യുന്നു. അങ്ങനെ അവസാനമൊക്കെ ആയപ്പോഴേക്കും എന്തൊക്കെയോ അപരാധം, പിന്നെ വൻ അപരാധമായി മാറി. അതായത് ഫസ്റ്റ് ഹാഫിൽ സെറ്റ് ചെയ്ത് വെച്ച ഒരു കൈൻഡ് ഓഫ് ഒരു ബോളിവുഡ് ഒരു മസാല, ഒരു ത്രികോണ മസാല സാധനത്തിൽ നിന്ന് പിന്നെ ഒരു അട്ടർ അപരാധത്തിലേക്ക് മാറി പടം. ഷാഹിദ് പിന്നെ കാക്കയ്ക്ക് ഷോക്ക് അടിച്ച പോലെ ഫുൾ ടൈം ഇങ്ങനെ ചത്തതുപോലെ. അങ്ങനെ പടം കണ്ടാൽ മനസ്സിലാവും. പുള്ളി ഇങ്ങനെ നിൽക്കുക ചത്തതുപോലെ. അങ്ങനെ ഇവര് തമ്മിലുള്ള പരിപാടി ലാസ്റ്റ് മന്ദാനയും മറ്റേ കൃതി സാനൊക്കെയുള്ള കോമ്പിനേഷൻ സീൻസും അവരുടെ പരിപാടി, ഡയലോഗ് ഡെലിവറിയും പിന്നെ എന്തൊക്കെയോ കാണിക്കുക. പിന്നെ ഇടയ്ക്ക് ഫിലോസഫിക്കലി എന്തൊക്കെയോ പറയുന്നൊക്കെ ഉണ്ട്. ചിലതൊക്കെ കേട്ടാൽ കൊള്ളാം. അതായത് പാസ്റ്റാണ് ഡെയിലി കൂടി വരുന്നത്, ഫ്യൂച്ചറാണ് കുറഞ്ഞു വരുന്നത്. പാസ്റ്റിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് പറഞ്ഞിട്ട് റെമിനിസൻസ് ഓഫ് പാസ്റ്റ്. അപ്പം അതിൽ നിന്നാണ് നമ്മുടെ പ്രസന്റ് ലൈഫും ഫ്യൂച്ചറും പോകുന്നത് പറഞ്ഞിട്ട് എന്തൊക്കെയോ ഷാഹിദ് കപൂർ വെള്ളടിച്ച് എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇതിൽ ഭയങ്കരമായ ട്വിസ്റ്റ് ഉണ്ട്. പടം കഴിഞ്ഞിട്ട് നിങ്ങൾ ഇറങ്ങി പോകാൻ പാടില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് ഭയങ്കരമായ ഒരു ട്വിസ്റ്റല്ല, ഒരു റിവീൽ ചെയ്യുന്നുണ്ട് അവസാനം ഒരു സംഭവം. അത് ബ്രില്യൻസ് ആയിട്ട് അവർ കാണിച്ചേക്കുന്നത്. അതായത് ഈ കൃതി സനൻ ന്യൂഡ് സ്ലീപ്പിൻ്റെ ആളാണ്. അതായത് ഉറങ്ങുമ്പോൾ തുണി എടുക്കൂല. അപ്പോൾ അതിന് ഇത്ര ഇമ്പോർട്ടൻസ് എന്താണ് വന്നതെന്ന് സിനിമയുടെ അവസാനം കാണിക്കുന്നത്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ട് അറ്റ് ദാറ്റ് ഡേ ഷി വാസ് ന്യൂഡ് ഓൺ ദ ബെഡ്. അത് സിനിമ കണ്ടാലേ മനസ്സിലാവുള്ളൂ. അങ്ങനെ കാശിലുള്ളവരുടെ കഴപ്പത്തരങ്ങൾ, അതാണ് ഈ സിനിമ. അപ്പോൾ അതാണ് ഇതിൻ്റെ ക്യാരക്ടേഴ്സ് അങ്ങനെയാണ്. പിന്നെ സിനി പോലീസ് എന്നാണ് സിനിമ കണ്ടിട്ടുള്ളത്. സിനി പോലീസിൻ്റെ പരിപാടി അറിയാലോ, 2.5 മണിക്കൂറാണ് പടം, അവരത് 3 മണിക്കൂറാക്കി തരും. അതാണ് അവരുടെ ഒരു സെറ്റപ്പ്. കുറേ ഹിന്ദിക്കാരുണ്ടായിരുന്നു, അവർ സീൻ പിടിക്കാൻ വന്നാണ്, വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അവർ ആ രീതിയിൽ അർമാദിച്ചിട്ടുണ്ട് കൃതി സനനെ, രശ്മികനെയൊക്കെ. ഇനി അങ്ങനെ അർമാദിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് കണ്ടു നോക്കാവുന്നതാണ്. ഏത്